ഇറാന്റെ മിസൈൽ ശേഖരണ കേന്ദ്രങ്ങൾക്കും ലോഞ്ചറുകൾക്കുമെതിരായ പ്രതിരോധ ആക്രമണങ്ങൾക്കായി ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കാനുള്ള അമേരിക്കയുടെ അഭ്യർത്ഥന രാജ്യം അംഗീകരിച്ചതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ വ്യക്തമാക്കുന്ന പശ്ചാത്തലം ഗൗരവതരമാണ്. മേഖലയിലുടനീളം ഇറാൻ മിസൈലുകൾ തൊടുക്കുന്നത് തടയുക എന്ന പരിമിതമായ പ്രതിരോധ ലക്ഷ്യത്തോടെ US താവളങ്ങൾ ഉപയോഗിക്കാം എന്ന ബ്രിട്ടൻ എക്സ് സന്ദേശത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്ന പശ്ചാത്തലം പ്രധാനമാണ്. ഏതായാലും സംയുക്ത വ്യോമാക്രമണത്തിൽ പങ്കെടുത്തിട്ടില്ല, ഇനിയുള്ള ആക്രമണങ്ങളിൽ പങ്കുചേരില്ല എന്നും ബ്രിട്ടൻ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും പല ഹോട്ടലുകളിലും മറ്റും ബ്രിട്ടീഷ് പൗരന്മാർ താമസിക്കുന്ന ഹോട്ടലുകളിലും വിമാനത്താവളങ്ങളിലും ഇറാൻ്റെ പ്രത്യാക്രമണങ്ങളുടെ ഭാഗമായുള്ള മിസൈലുകൾ പതിച്ചു. അത് പ്രതിഷേധത്തിൽ ഇടയാക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ട്. നിലവിൽ പ്രതിരോധ പ്രവർത്തനങ്ങളിലുണ്ട് ബ്രിട്ടീഷ് വിമാനങ്ങൾ, അത് അത്തരത്തിൽ തുടരും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് ലോകരാജ്യങ്ങൾ പലതും അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്ന പശ്ചാത്തലം കൂടി പ്രധാനമാണ്. ഏതായാലും ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചു നൽകും എന്നുള്ള സൂചനകൾ പറയുന്നു. അതിന് തൊട്ടുപിന്നാലെയാണ് ബ്രിട്ടനും ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കാത്തിരുന്ന് കാണണം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഏതായാലും വരും മണിക്കൂറുകൾ നിർണായകമാണ്. ഇറാൻ്റെ പ്രതിരോധം എവിടെ വരെ, ഇറാൻ്റെ ആക്രമണോത്സുകത എവിടെ വരെ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാത്തിരുന്ന് കാണണം എന്തൊക്കെയാണ് സംഭവിക്കുക. അജയ്, ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ വല്ലാത്ത തോതിലുള്ള ആശങ്കയും മറ്റും സൃഷ്ടിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്, UAEയിലെയും മറ്റും പ്രശ്നങ്ങൾ, ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക പ്രതിസന്ധിയും മറ്റും കാര്യമായി അവരെ ബാധിക്കുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾക്കിടയിലൂടെയാണ് വീണ്ടും യുദ്ധം തുടരും എന്ന് ട്രംപിൻ്റെ പ്രഖ്യാപനം വരുന്നത്. അത് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ 4 ആഴ്ചയോളം ചിലപ്പോൾ ഈ യുദ്ധം തുടർന്നേക്കാം എന്നുള്ള ട്രംപിൻ്റെ ഈ മുന്നറിയിപ്പ് അത് തീർച്ചയായിട്ടും വലിയൊരു ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ ആദ്യത്തെ 2 ദിവസം തന്നെ വളരെ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളും വ്യാപകമായിട്ടുള്ള ഒരു ആൾനാശവും ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ഇത് 4 ആഴ്ച നീണ്ടാൽ ഇനി ഗൾഫ് മേഖലയിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് പ്രവചനാതീതം തന്നെയാണ്. ഇപ്പോൾ നിലവിൽ ഈ ബെയ്ററ്റിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലെബനന്റെ തലസ്ഥാനമാണ് ബെയ്ററ്റ്. അപ്പോൾ അവിടെ ഈ അപ്രതീക്ഷിതമായുള്ള ഈ ഹെസ്ബുള്ളയുടെ ഇസ്രായേലിലോട്ടുള്ള ആക്രമണം, ഇസ്രായേലിൻ്റെ പ്രത്യാക്രമണം, ഇതെല്ലാം കാരണം ഈ ബെയ്ററ്റിലുള്ള ജനങ്ങൾ വളരെ ആശങ്കാജനകരായി അവിടെ നിന്ന് നഗരം വിട്ട് പുറത്തേക്ക് പോകാനുള്ള നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി വളരെ വലിയ ട്രാഫിക് ബ്ലോക്ക് ഉൾപ്പെടെ അവിടെ നഗരത്തിന് ചുറ്റുമുള്ള മേഖലകളിൽ രൂപപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത് ഹെസ്ബുള്ളയുടെ ഏതെങ്കിലും മുതിർന്ന ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്.